കൃഷ്ണകൃപാസാഗരം. ഗുണ്ടുരാമന്റെ മനസ്സിലും സഹോദരി ചഞ്ചലയുടെ മനസ്സിലും നിറഞ്ഞു നിൽക്കുന്നത് കണ്ണൻ എന്ന ആ ചിന്മയ സ്വരൂപൻ തന്നെ. ചഞ്ചലയ്ക്ക് തൈര് കടയുമ്പോൾ കടകോൽ കണ്ണൻ്റെ സ്വരൂപമായും കയ്യിലിരിക്കുന്ന കയർ കണ്ണൻ്റെ ഇരു കരങ്ങളായും ദർശനമുണ്ടാകുന്നു. ഈ ദർശന വിശേഷത്തെപ്പറ്റിയും കണ്ണനോടൊത്ത് എന്നും കളിച്ചുല്ലസിച്ച് നടക്കാനുള്ള മോഹങ്ങളെപ്പറ്റിയും ആ ഗോപിക ഹൃദയം തുറന്നു പറയുമ്പോൾ അമ്മ അവളെ തെറ്റിദ്ധരിക്കുന്നു, ഉപദേശിക്കുന്നു. കൈലാസത്തിൽ നിന്ന് വരുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു മുനിവര്യൻ ആ വീട്ടിലേക്ക് വരുന്നു. സ്വയം കിറുക്കനെന്നും ശ്രീപരമേശ്വരനാണെന്നും സൂചിപ്പിച്ച് ദുരൂഹമായി സംസാരിക്കുന്ന ആ മുനിവര്യൻ ഗുണ്ടുരാമന്റെ മാതാപിതാക്കളുടെയും ചഞ്ചലയുടെയും മനസ്സിൽ സംശയമുണർത്തുന്നു. കൃഷ്ണനെ ഏറെ സ്തുതിച്ച് സംസാരിക്കുന്ന അദ്ദേഹം താൻ വന്ന ദൗത്യം നിറവേറ്റാതെ വൃന്ദാവനം വിട്ടു പോകില്ല എന്ന് കൂട്ടിച്ചേർക്കുമ്പോൾ കൃഷ്ണനിഗ്രഹത്തിനായി കംസനയച്ച മായാരൂപിയാകുമോ ഈ മുനിവര്യൻ എന്ന സംശയം അവരിൽ കൂടുതൽ ദൃഢീകരിക്കുന്നു. കണ്ണൻ എന്തെങ്കിലും ആപത്ത് നേരിടുമോ എന്ന ഭീതി ചഞ്ചലയെ അലട്ടുന്നു. ആ മുനിവര്യന്റെ ചലനങ്ങൾ നിരീക്ഷിക്കുന്നതിനായി ഗുണ്ടുരാമന്റെ പിതാവ് സന്യാസി വേഷധാരിയെ പിന്തുടർന്ന് ചെല്ലുന്നു. വരൂ കൂട്ടരെ, ഇനി നമുക്ക് കളിയാടാം. അതെ അതെ, നമുക്ക് കളിക്കാം. അത് ശരിയാ. നിങ്ങൾ തന്നെ പറയണം ഇന്ന് എന്ത് കളി വേണമെന്ന്. ഒളിച്ചു കളി അല്ലെങ്കിൽ കണ്ണിലാ മുണ്ണി. വേണ്ട വേണ്ട വേണ്ട, വടംവലി മതി. ഇവൻ എപ്പോഴും വടംവലി മതി. അതും ഏതായാലും നമുക്ക് വേണ്ട. എന്നാൽ നമുക്ക് പോയി കണ്ണനെ ചോദിക്കാം. അതെ, അതാ നല്ലത്. കണ്ണൻ പറയുന്ന കളി തന്നെ മതി. എന്താ എല്ലാവരും കൂടി ആര് കളിക്കുന്നില്ലേ? ഒരു സംശയം കണ്ണാ, എന്ത് കളി വേണമെന്ന്. ജ്യേഷ്ഠ, ഗുണ്ടുരാമൻ ചോദിച്ചത് കേട്ടു. എങ്കിൽ നീ ജ്യേഷ്ഠ നിശ്ചയിക്കേ. കുതിരച്ചക്കായാലോ കണ്ണാ? ഞാൻ കാണണമെന്ന് മനസ്സിൽ കരുതിയ അതേ കളി.
എങ്കിൽ അതാവാം. ആ ശരി, കളി നടക്കട്ടെ. വാ നമുക്ക് കളിക്കാം. പെട്ടെന്ന് പോയി കളിക്കാം. ശരി ശരി വാ. സത്യ, നിന്റെ കൂടെ ആരൊക്കെ വേണം? നീ വാ നീ വാ നീ വാ. അപ്പൊ ബാക്കി 3 പേര് എന്റെ കൂടെ. നമുക്ക് കളി തുടങ്ങാം. എന്നാ നമുക്ക് ഒരു പ്രാവശ്യം കൂടി കളിയാടാം. എങ്കിലും എഴുന്നേറ്റ് വാ. വാ തോഴരെ. എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ അവിടെ വെച്ച് ഉത്തരം നൽകി കഴിഞ്ഞതല്ലേ? പിന്നെയും എന്നെ പിന്തുടരാൻ തന്നെയാണോ ഭാവം? ആര് പറഞ്ഞു ഞാൻ താങ്കളെ പിന്തുടരുകയാണെന്ന്? ഞാൻ ഈ ഗോപാലകന്മാരുടെ കളി കാണാൻ വന്നതാ. ഈ കണ്ണുകൾ, ഈ നോട്ടം, അത് കണ്ടാൽ എനിക്കറിയില്ലേ? കിറുക്കനാണെങ്കിലും നിഷ്കളങ്കമായ നോട്ടവും ചാരക്കണ്ണും, അത് രണ്ടും തിരിച്ചറിയാനുള്ള ബുദ്ധിയും വിവേകവും എനിക്കുണ്ട്. ഇതൊക്കെ വിസ്തരിക്കുന്ന താങ്കൾക്ക് ഇവിടെ എന്താ കാര്യം? കാര്യമില്ലാത്തയിടത്തൊന്നും ഞാൻ സഞ്ചരിക്കാറില്ല. മനസ്സിൽ കണ്ട കാര്യങ്ങൾ സാധിച്ചേ മടങ്ങാറുള്ളൂ. കംസന്റെ ചാരനല്ല ഞാനെന്ന് ആരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ട ആവശ്യവും എനിക്കില്ല. വരൂ, ഇങ്ങോട്ടിരിക്കാം. അങ്ങ് എന്തിനാണാവോ ഞങ്ങളെ അടിയന്തരമായി കാണണമെന്ന് താല്പര്യപ്പെട്ടത്? ഒരു വിശേഷമുണ്ട്. വൃന്ദാവനത്തിൽ ഇതുവരെ കാണാത്ത ഒരു അപരിചിതൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അയാളെ കണ്ടതു മുതൽ ഞങ്ങളൊക്കെ വല്ലാത്ത ആശങ്കയിലാണ്. അപരിചിതൻ എന്ന് പറഞ്ഞാൽ? കാഴ്ചയിൽ ഒരു യോഗി വര്യന്റെ രൂപഭാവം, പക്ഷേ സ്വയം ഒരു ഭ്രാന്തൻ എന്ന വിശേഷണം. കൈലാസത്തിൽ നിന്ന് വന്നതാണെന്നും അല്ലെന്നും ഒരേ ശ്വാസത്തിൽ ആണയിടുന്നു.
വാക്കിലും പെരുമാറ്റത്തിലും പിടികിട്ടാത്ത ദുരൂഹതകൾ. അയാളെ കുറിച്ച് സംശയം തോന്നാൻ വേറെന്തെങ്കിലും കാരണം? കംസരാജാവ് വഴിക്ക് വഴിക്ക് ഓരോ അസുര രൂപികളെ അയച്ചുകൊണ്ടിരിക്കുകയല്ലേ? അതെ, അത് വാസ്തവം തന്നെ. മറ്റൊന്നുകൂടി നേരിൽ കണ്ടപ്പോൾ എന്റെ സംശയം ഒന്നുകൂടി ദൃഢീകരിച്ചു. അതെന്താ? അയാൾ മറ്റെവിടെയുമല്ല, കണ്ണനെയും ഗോപാലിനെയും ചുറ്റിപ്പറ്റിയാണ് നടക്കുന്നത്. എങ്കിൽ ശരിക്കും സൂക്ഷിക്കണം. താപസ വേഷത്തിൽ അസുരന്മാരെ അയച്ചാൽ സംശയിക്കില്ലെന്ന് കരുതി കംസൻ പ്രയോഗിക്കുന്ന കുടില തന്ത്രങ്ങളായിരിക്കും ഇതെല്ലാം. എനിക്കതല്ല പക്ഷെ സംശയം. ഞാൻ അയാളെ പിന്തുടർന്ന് ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലായതും എന്റെ മനസ്സ് വായിച്ചെടുത്ത പോലെ പറഞ്ഞതെന്താണെന്നല്ലേ? ഞാൻ കംസൻ അയച്ച ആളല്ല എന്ന്. പക്ഷെ അതിനപ്പുറം അയാൾ ആരാണെന്ന് വെളിപ്പെടുത്താനോട്ട് തയ്യാറായതില്ല. യഥാർത്ഥ മുനിവര്യനാണെങ്കിൽ സ്വയം വെളിപ്പെടുത്താൻ എന്തിനു മടിക്കണം? ഒന്നുകിൽ അയാൾ സ്വയം വിശേഷിപ്പിച്ച കണക്ക് ഒരു ഭ്രാന്തൻ, അല്ലെങ്കിൽ ഗോകുലത്തെ കബളിപ്പിക്കാൻ വേണ്ടി കംസൻ അയച്ച പ്രച്ഛന്ന വേഷധാരി. അങ്ങേ പറഞ്ഞത് കേട്ടിട്ട് രണ്ടാമത്തെ ഗണത്തിൽ പെടാനാവും കൂടുതൽ സാധ്യത. ഏതായാലും നമുക്ക് ഈ വിവരം എത്രയും പെട്ടെന്ന് നന്ദഗോപരെ അറിയിക്കുന്നതാണ് ഉത്തമം. എന്തിനും ഒന്ന് കരുതിയിരിക്കാമല്ലോ. അതെ, എന്നാൽ ഞങ്ങൾ താമസിക്കുന്നില്ല. ശരി, വരൂ. വരട്ടെ. ഇല്ല, വിടില്ല. നീ സിംഹഗർജനം മുഴക്കി മറ്റുള്ളവരെ പേടിപ്പിക്കാൻ നോക്കുന്നോ? ചിലരൊക്കെ പേടിത്തൊണ്ടന്മാരായതിന് ഞാൻ എന്ത് ചെയ്യാനാ? നീ അങ്ങനെ അതിസമർത്ഥനാവും നോക്കുന്നോ? ഇതാണ് നിന്റെ ന്യായമെങ്കിൽ നിനക്കും ഇരിക്കട്ടെ ഒരു ശിക്ഷ. ശിക്ഷയോ? എന്ത്? എന്നെ വിടൂ. ഞങ്ങളോ വിഡ്ഢികളാക്കപ്പെട്ടു. നീ ഇപ്പൊ നടുവൊടിഞ്ഞ് കരയാൻ പോകുന്നു. അരുത്, എന്നെ ഒന്നും ചെയ്യരുത്. കുറച്ചു മുമ്പ് നീ ചിരിച്ചില്ലേ ഞങ്ങളെയൊക്കെ നോക്കി? ഇതിപ്പോ ഞങ്ങളുടെ കൂടെ നീ കരയുന്ന കണ്ട് ഞങ്ങളും ചിരിക്കട്ടെ. ചിരിക്കൂ കൂട്ടരെ. എന്താ എന്തായി കാണിക്കുന്നത്? നമ്മളിവിടെ കളിക്കാൻ വന്നതോ അത് തമ്മിൽ തല്ലി പോരടിക്കാൻ വന്നതോ? കളിയാണെങ്കിലും ചില ചിട്ടകളൊക്കെ ഉണ്ട്, അതിവൻ തെറ്റിക്കുന്നു. അതിന് നീ ഒറ്റയ്ക്കാണോ ശിക്ഷ വിധിക്കുന്നത്? എന്നെ പൊക്കിയെടുത്ത് താഴെ കിട്ടിച്ചെന്താ? നിനക്കെന്തേലും പറ്റിയോ? എന്റെ നടു കുളുക്കി, എനിക്ക് വേദനിച്ചിട്ട് വയ്യ. എവിടെ നോക്കട്ടെ. പതുക്കെ. ചെറിയൊരു കാര്യത്തിന് നീ ഇത്രയധികം ദേഷ്യപ്പെട്ടാലോ? നിനക്കെന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് കണ്ണനോടല്ലേ പറയേണ്ടത്? ഈ വിവരം കണ്ണൻ അറിയട്ടെ, അപ്പൊ കാണാം. ഗുണ്ടുരാമൻ അഹങ്കാരം കൂടുന്നുണ്ട്, അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ചങ്ങാതിമാരാ. ഇതിന്റെ പേരിൽ ഇനി രണ്ടുപേരും ശണ്ട കൂടരുത്.
സമ്മതിച്ചോ? എനിക്ക് ഒരു ദേഷ്യമില്ല. നിനക്കോ? എന്റെ അമ്മ, എന്റെ നടുവേ. എന്നാലും എനിക്കും ദേഷ്യമില്ല. എന്നാ വാ, നമുക്ക് എല്ലാവർക്കും കണ്ണന്റെ അടുത്തേക്ക് പോവാം. കണ്ണാ, എന്താ? നമ്മളിത് എവിടേക്കാ? നടന്ന് നടന്ന് കാല് കഴിച്ചു. ദാ ആ കുന്നിനും അപ്പുറത്ത് പുൽമേട്ടിലേക്ക്. അയ്യോ, അവിടെ വേണ്ട കണ്ണാ, നമുക്ക് മറ്റെവിടെങ്കിലും പോവാ. എന്താ അവിടെ പോയാൽ? എനിക്ക് അസുരന്മാരെ ഓർമ്മ വരുന്നു. ആ മലയ്ക്കപ്പുറം അസുരന്മാരെ ഇറങ്ങാറുണ്ടെന്നാ ചന്തം പറഞ്ഞത്. അതെന്റെ മുത്തശ്ശൻ പറഞ്ഞതാ. വേഷങ്ങൾ തിരിച്ചറിയാനുള്ള അടയാളങ്ങളാണ്. പക്ഷേ അതേ അടയാളങ്ങൾ പ്രച്ഛന്നങ്ങളുമാവാം. ദുരാത്മാക്കളും ദുർമതം കൊണ്ടവരുമായ അസുരന്മാരുടെ വേഷങ്ങൾ കണ്ട് പഴകിയ ഗോകുലത്തിലെ സുമനസ്സുകൾ പോലും ഇന്ന് കൈലാസനാഥ ശബ്ദത്തിലും കംസധ്വനിയുണ്ടോ എന്ന് സന്ദേഹിക്കുന്നു. സന്ദേഹം മർത്യസഹജം. സർവേശ്വരൻ തന്നെ മർത്യരൂപമെടുത്ത് കൺമുന്നിൽ വന്നു നിന്നാലും പൊയ് വേഷമെന്ന് സന്ദേഹിക്കുന്നവരുണ്ട്. പക്ഷേ കണ്ണനെ പ്രതിയുള്ള ഉത്കണ്ഠയിൽ നിന്നുടലെടുക്കുന്ന സന്ദേഹവും കേവലം മർത്യസഹജമായ സന്ദേഹവും തമ്മിൽ അന്തരമുണ്ട്. ഒന്ന് കേവല സന്ദേഹം, മറ്റൊന്ന് നിസ്വാർത്ഥ സന്ദേഹം.